ജാമ്യവ്യവസ്ഥകളിൽ ഇളവ് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്ന് റാപ്പർ വേടൻ. വിദേശത്ത് മുൻകൂട്ടി തീരുമാനിച്ച പരിപാടികൾ ഉള്ളതിനാൽ പാസ്പോർട്ട് ലഭ്യമാക്കണമെന്ന് കോടതിയിൽ ആവശ്യപ്പെടും. RSS വേട്ടയാടൽ കാര്യമാക്കുന്നില്ല എന്നും വേടൻ പ്രതികരിച്ചു. കാരണം നമുക്ക് മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന ഷോസൊക്കെ നമുക്ക് കാനഡയിലേക്ക് എത്തുക. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മജിസ്ട്രേറ്റോട് നേരിട്ട് വക്കീൽ വഴി സംസാരിക്കാനുള്ള നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ജോലി ചെയ്യാനുണ്ടല്ലോ, അപ്പോൾ ജോലി തടസ്സമായിട്ട് ഇത് കുറേ കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്, കേസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് മിണ്ടുന്നുണ്ട് പ്രോപ്പറായിട്ട്. ശരൺ വിവരങ്ങളുമായി. ശരൺ, ഇപ്പോൾ നിലവിൽ ജാമ്യ വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇപ്പോൾ ഇളവ് ആവശ്യപ്പെടുന്നത് റാപ്പർ വേടൻ? സ്മൃതി, നേരത്തെ കർശന ജാമ്യ വ്യവസ്ഥകളോടെയാണ് പെരുമ്പാവൂർ കോടതി വേടന് ജാമ്യം അനുവദിച്ചിരുന്നത്. അതായത് പുലിപ്പല്ലി കേസിലാണ് നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നത്. അതിൽ പ്രധാനമായും എല്ലാ വ്യാഴാഴ്ചകളിലും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം എന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. ഇതിന് പുറമെയാണ് പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം, അതായത് ഇവിടെ നിന്ന് കടന്നു കളയാതിരിക്കാനായിട്ട് പാസ്പോർട്ട് സറണ്ടർ ചെയ്യണമെന്നുള്ള നിർദ്ദേശവും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അങ്ങനെ പാസ്പോർട്ട് സറണ്ടർ ചെയ്തത് വലിയ രീതിയിൽ തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതാണ് വേടൻ പറയുന്നത്. കാരണം വിദേശത്തടക്കം നിരവധി പരിപാടികൾ നേരത്തെ തന്നെ മുൻകൂട്ടി തീരുമാനിച്ച പരിപാടികളുണ്ട്. ആ പരിപാടികൾ പങ്കെടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ജാമ്യ വ്യവസ്ഥകളിൽ ഇളവ് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്നുള്ളതാണ് വേടൻ പറയുന്നത്. പെരുമ്പാവൂർ കോടതിയിൽ ഉടൻ തന്നെ ഇത് സംബന്ധിച്ച അപേക്ഷ നൽകുമെന്നുള്ളത് കൂടിയാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ പ്രധാനമന്ത്രിയെ പാട്ടിലൂടെ അധിക്ഷേപിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വ്യാപകമായി വേടനെതിരെ സൈബർ ആക്രമണം നേരിടുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിൽ ഇപ്പോൾ വേടന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് RSSന്റെ വേട്ടയാടൽ കാര്യമാക്കുന്നില്ല എന്നുള്ളൊരു പ്രതികരണം കൂടിയാണ് ഇപ്പോൾ വേടൻ നടത്തിയിരിക്കുന്നത്. അതായത് തനിക്കെതിരെ സൈബർ ആക്രമണങ്ങളിൽ ഇപ്പോഴും സൈബർ ഇടങ്ങളിൽ ആക്രമണം തുടരുന്നുണ്ട്. പക്ഷെ അത് തന്നെ കാര്യമാക്കാതെ തന്നെ താൻ മുന്നോട്ട് പോവുകയാണെന്നുള്ളതാണ് വേടൻ പറയുന്നത്. ശരണാണ് വിവരങ്ങൾ നൽകിയത്.